അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താണ്ടി ഞങ്ങൾ ഈദിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞാനും ഉമ്മയും ഹസ്ബൻഡും കൂടാതെ ഞങ്ങളുടെ ഒപ്പം 3 പേരുണ്ട്. എൻ്റെ കസിനും ബ്രദേഴ്സൊക്കെ തന്നെയാണ്. അതിലൊരാളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. പിന്നെ ഒരാൾക്ക് വീഡിയോ എടുക്കാൻ അധികം താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ താണ്ട ഹൈസാനെ മറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു മോളിലാണ് കേട്ടോ പോയത്. ദുബായിൽ മദീന മോൾ എന്ന് പറയുന്ന മോളിലേക്കാണ് പോയത്. ഹസ്ബൻഡ് റെക്കമെൻഡ് ചെയ്ത് പോയതാണ്. കാരണം ഇതിന് ബെസ്റ്റായിട്ടുള്ളൊരു ഷോപ്പിംഗ് മോൾ അതായിട്ട് തോന്നിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എത്നിക് വെയേഴ്സിന് പറ്റിയ ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. അതായത് നമ്മുടെ ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടിയും എത്നിക് വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ കൂടുതലായിട്ടുണ്ടായിരുന്നു. അബായാസിൻ്റെ സ്റ്റോർ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ അവർക്ക് 3 പേർക്കും ഡ്രസ്സ് എടുക്കാനാണ് പോയത്. ഞാൻ എടുക്കാൻ 2 മനസ്സോടെ ആയിരുന്നു. എനിക്ക് എത്നിക് വെയർ കണ്ടപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവിടെ അടിപൊളി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ കാരണത്താൽ മടിച്ചത് കാരണം ഞാൻ എടുത്തില്ല. പിന്നെ താണ്ട് ഇടയ്ക്കിന് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വീഡിയോസിൽ വരാൻ താല്പര്യമില്ല. ആദ്യമേ ഞാൻ വിചാരിച്ചു ഇടാമെന്ന്, പിന്നെ വിചാരിച്ചോ എന്തിനാ, പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം അവരുടെ പ്രൈവസി മാനിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ താണ്ട് ഇവിടെ സ്റ്റിക്കേഴ്സ് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താണ്ട ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. ആദ്യമേ അവിടെ ഒന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ താണ്ട ഹസ്ബൻഡും എൻ്റെ ബ്രദറൊക്കെ ഈ കടയിൽ കയറിയിട്ട് ഏകദേശം 2 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെയോ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനുള്ള ഷോപ്പിംഗ് നടത്തിയില്ല. ജസ്റ്റ് ടീഷർട്ടും കാര്യങ്ങളൊക്കെ അവർ നോർമൽ യൂസിന് വേണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ താണ്ട് ഞങ്ങളിതാ ഈ ഒരു കടയിൽ പോയി അഡ്രസ്സ് എന്നാണ് ആ ഒരു കടയിൽ ചെന്നിട്ട് ഹസ്ബൻഡിന് നോക്കുമായിരുന്നു. പുള്ളിക്കാരൻ 2-3 ഷർട്ടൊക്കെ ഇട്ട് നോക്കി. ലാസ്റ്റ് ഒന്നിൽ ഫിറ്റ് ചെയ്തു, ഒന്നിൽ ഫിക്സ് ആയിട്ട് ഞങ്ങൾ ദാണ്ട് വാങ്ങി. അങ്ങനെ പുള്ളിക്കാരനുള്ള ഇത് ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ ഏത് മോളിൽ പോയാലും ഇതൊന്ന് മസ്റ്റാണ് കേട്ടോ. അതായത് എൻ്റെ ഫേവറേറ്റാണ് ഈ ബോബാബി. അതുപോലെ ബൂബിയുടെ തന്നെ, ഇവരുടെ ബ്രാൻഡിൻ്റെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാൾ പുതിയതായിട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവന് വാങ്ങിക്കൊടുക്കുമായിരുന്നു. പിന്നെ ഇത് ദാണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരുടെ ഇങ്ങനെ മേക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ അടുത്തുള്ള മോളിൽ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടും പക്ഷേ എടുത്തിട്ടില്ല. ഇത്ര വിസിബിൾ ആയിട്ടിരുന്നില്ലായിരുന്നു. ഇവർക്ക് അത്യാവശ്യം ചെയ്യുന്നത് വിസിബിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ചീസി മാച്ചയുടെ ഫ്ലേവറും അതുപോലെ തന്നെ അവിടെ മെയിൻ ഫേമസ് ആയിട്ടുള്ള മാംഗോ സാഗോ എന്ന് പറയുന്നതാണ്. ഉമ്മിക്ക് മാംഗോ സാഗാണ് ഇഷ്ടം. അതാണോ ഇഷ്ടപ്പെട്ടെ? അതാണോ ഇഷ്ടപ്പെട്ടെ? എനിക്കറിയുന്നു എനിക്കത് ഇഷ്ടപ്പെടത്തോളം. ഉമ്മാക്ക് ചീസ് ഇഷ്ടമല്ല, അത് മതിയെന്നു. ശരിക്കും പറഞ്ഞതാണ്ട് ഇത്രയും മാത്രം ഇന്ത്യൻ സ്റ്റോഴ്സാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു 90% ഇന്ത്യൻ സ്റ്റോഴ്സാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വിയേഴ്സും, അതായത് നമ്മുടെ ഈ ചുരിദാറും സൽവാസും കമ്മീസും ഒക്കെ ആയിട്ടുള്ള ഷോപ്സുകളായിരുന്നു. അങ്ങനെ നോക്കി നടന്നപ്പം ഏത് കടയിൽ കയറണമെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. പിന്നെ ഉമ്മച്ചിക്ക് അബായ മേടിക്കണമായിരുന്നല്ലോ. അങ്ങനെ മൊഹബത്ത് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കയറിയത്. പറയാതിരിക്കാൻ പറ്റില്ല, അവിടുത്തെ കളക്ഷൻ മാഷാല്ലാ നല്ല രസമുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉമ്മിക്ക് ബ്ലാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തിക്കൊരു കളർ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളത് തപ്പി. പിന്നെ ഒരുപാട് ഡിസൈൻസ് ഒന്നും ഇല്ലാതെ ഭയങ്കര നോർമലായിട്ടുള്ളതാണ് സെലക്ട് ചെയ്തെടുത്തു. എനിക്ക് ഒരുപാട് ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എടുത്തില്ല. എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഞങ്ങളൊരു അബായ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ വന്നതുപോലെ തോന്നിയായിരുന്നു. കാരണം കൂടുതലും അവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെ അത്രയ്ക്ക് മാത്രം നമ്മുടെ കേരളത്തിലെ ഷോപ്സ് മാതിരി ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സ്യൂട്ട്സ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ചെറുതായിട്ടൊന്ന് ചായയും കടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. ഓരോരുത്തർക്കും ഓരോന്ന് ഔട്ട്ഫിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത് കണ്ടോ, അവിടെ ഷോപ്സുകളല്ലാണ്ട് തന്നെ ഇതാണ്ട് ഇങ്ങനൊരു വാക്കിംഗ് സ്പേസിൽ തന്നെ അവർ ചെറിയൊരു സ്റ്റോൾ മാതിരി ഇട്ടിട്ടുണ്ടായിരുന്നു. ബർത്തേഴ്സും അതുപോലെ മാല, വള, കമ്മൽ അങ്ങനത്തെയുള്ള സ്റ്റോൾസ് ഇല്ലേ അവിടെ. അതായത് ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസിൻ്റെയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ കൺട്രീസിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഞാൻ ശരിക്കും പറഞ്ഞാൽ UAE-യിലാണെന്നുള്ളൊരു രീതിയെ മറന്നിട്ട് പോയിട്ട് നമ്മൾ ഇന്ത്യയിൽ ഏതോ ഒരു മോളിൽ പോയത് കണക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മൽബറീസ് എന്ന് പറയുന്ന ഷോപ്പില്ലേ, അത് നമ്മൾ നാട്ടിൽ നമ്മുടെ ഓൺലൈനിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, ഞാൻ കാണാറുള്ളതാണ്. അപ്പോൾ അവിടെ ബൊട്ടിക്ക് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. എന്താണെന്നറിഞ്ഞൂടാ, ഞാൻ അവിടെയും കയറിയില്ല. അവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോയി. എനിക്ക് ആക്ച്വലി ഒരു എത്നിക് വെയർ എടുക്കാനുള്ള മനസ്സില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഹൈസാന് ചെറിയൊരു ബഹളം, അവൻ ടോയ് മേടിച്ച് കൊടുക്കാത്തതിൻ്റെ, അതാണ് കരയുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വഴി ഈ വഴിയൊക്കെ കറങ്ങി ഫുള്ളൊന്ന് കണ്ട് ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെത്. മാഷാ അല്ലാഹ് ഉമ്മാക്ക് അബായ നല്ലവണ്ണം തന്നെ കിട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡിന് നല്ല ഔട്ട്ഫിറ്റ്സൊക്കെ തന്നെയാണ് കിട്ടിയത്. ഞാനൊരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അതൊരു 1 പീസ് സെറ്റായിട്ടുള്ള ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇടുമ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുത്തതല്ല കേട്ടോ. അതുപോലെ എത്നിക് വിയേഴ്സ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദുബായിൽ അൽക്കിസൈസിലുള്ള മദീന മോളിൽ പോയിക്കോ, നല്ല സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഔട്ട്ഫിറ്റ്സും അഫോർഡബിൾ പ്രൈസിലും ഇപ്പോൾ ദാണ്ട് ഈദും സമ്മർ സെയിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈദ് ഷോപ്പിംഗ് വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ.